ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തപ്പോൾ ഞാൻ കാട്ടിലൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പ് എന്ന് പറയുന്നത് കാടാണ് കേട്ടോ, ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഏരിയയുടെ തൊട്ടടുത്ത വീടാണ് നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഹെയർ ഓയിൽ സെയിൽ ചെയ്യണ കാര്യം. അപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണേക്കാളും മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. അമ്മ എന്നാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പേര്, അമ്മ ബൈ ഷാരിക്കണ്ണൻ. ഇത് കംപ്ലീറ്റ് ഹെയർ കെയർ സൊല്യൂഷനാണ്. അപ്പോൾ ഈ പറയണ പോലെ തന്നെയാണ് നമ്മുടെ ഹെയർ സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അടിപൊളി ഓയിലാണ്. ഞാൻ സെയിൽ ചെയ്യണ ഓയിലായ കാരണമല്ല കേട്ടോ അങ്ങനെ പറയണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ റിവ്യൂസ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് താരൻ, മുടി കൊഴിച്ചിൽ, അകാല നര, അതുപോലെ നെറ്റി കയറിയിട്ട് ഏകദേശം ഇവിടെയൊക്കെ പെട്ടയായുള്ളവർക്കൊക്കെ മുടി കിളിർക്കുന്നുണ്ട്. അത് 1-2 ദിവസം കൊണ്ട് കിളിർക്കുന്നതല്ല, കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കിളിർക്കുന്നുണ്ടെന്ന്. അപ്പോൾ താരനൊക്കെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു 200 ml 280 രൂപയാണ് നമ്മൾ റേറ്റ് വാങ്ങണത്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത്ര എണ്ണ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമോ എനിക്കറിയില്ല. കാരണം 100 ml 300 ചില്ലാണ്, 400 രൂപ വാങ്ങണം. കുറേ ഓയിലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഓയിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിൽ ഒരു പ്രൈസിൽ കൊടുക്കണം. അതാണ് ഞാൻ ഈ റേറ്റിൽ കൊടുക്കണത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഇത് ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം. കാരണം ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് 1 ഇടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം ഇടവിട്ട ദിവസങ്ങളിലോ യൂസ് ചെയ്താൽ മതി. റിസൾട്ടിന് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ മുടിയൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് മുടി സംബന്ധമായ ഇതുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്തോളൂ കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഭൃംഗരാജ്, നീലാമരി, റോസ്മേരി, അതുപോലെ തുളസി ലീഫ്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു വിധത്തിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ആയുർവേദപരമായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റോസ്മേരി ഹെയർ കെയർ റോസ്മേരി വാട്ടറും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം ഓർഡർ ഉള്ളൊരു സംഭവമാണ്. മുടി പെട്ടെന്ന് കിളിർക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിലും ഇതും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഹെയർ ഓയിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സോപ്പ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പകരം മൈൽഡായിട്ടുള്ള ഷാമ്പുകൾ നമുക്ക് യൂസ് ചെയ്യാം. ആയുർവേദം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബേബി ഷാമ്പു അടിപൊളിയാണ്. അതൊക്കെ മൈൽഡായിട്ടുള്ള ഷാമ്പു ആണ്. അല്ലെങ്കിൽ താളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് യൂസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് 2 ഇടവിട്ട് ദിവസം യൂസ് ചെയ്യണ ദിവസം നിങ്ങൾ സോപ്പ് ഉപയോഗിക്കരുത്. അതിൻ്റെ പകരം ഇതുപോലെ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ റോസ് വാട്ടർ അല്ല കേട്ടോ, റോസ്മേരി ഹെയർ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മസ്റ്റായിട്ടും പറയണ കാര്യമാണ്, നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്യണം അന്ന് മാത്രം വൈകുന്നേരം എപ്പോഴാണ് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുക. കാരണം റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ റിസൾട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യണ ടൈമിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം. പക്ക റിസൾട്ടാണ്. അപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇനി ആരെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്പർ കൊടുക്കാം. അതുപോലെ റോസ്മേരി വാട്ടറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ്. അതുപോലെ തന്നെയാണ് ഓയിലിൻ്റെ റേറ്റ് 280 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റോസ്മേരി വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ റോസ്മേരി മാത്രമല്ല വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ഈ പിക്ക് എനിക്ക് നല്ലപോലെ ഹെയർ കൊഴിഞ്ഞുള്ള സമയത്തുള്ളതാണ്. അപ്പോൾ മുടി നന്നായി വളർന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടി. അതാണ് മറ്റേതിലധികം നീളം തോന്നിക്കാത്തത്. പക്ഷെ ഉള്ളിൽ നന്നായി വെച്ചിട്ടുണ്ട്.